വിജിലൻസ് കേസിൽ പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കേസിൽ പിടിയിലായ പ്രതികളുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് ശേഖർ കുമാറിന്റെ വാദം. എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥന്റെ ജാമ്യഹർജി എതിർക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. വിഷ്ണു, ഈ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാൻ വേണ്ടി അനീഷ് ബാബു എന്ന വ്യവസായിയിൽ നിന്ന് 2 കോടി തട്ടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിജിലൻസിന്റെ കേസ്. കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പക്ഷേ 1-ാം പ്രതിയായ ശേഖർ കുമാർ ഇ ഡി ഉദ്യോഗസ്ഥനാണ്. അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കാനോ വിജിലൻസ് തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് ശേഖർ മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പിടിയിലായ പ്രതികളുമായി തനിക്കൊരു ബന്ധവുമില്ല, പരാതിക്കാരനെതിരെയുള്ള ഇ ഡി കേസ് തെറ്റായ ദിശയിലേക്ക് മറച്ചുവിടുന്നതിന് വേണ്ടി അയാൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തൊരു പരാതിയാണിതെന്ന് ശേഖർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ ഈ ജാമ്യഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നോട്ട് അറസ്റ്റ് കൊടുത്തിരുന്നു. ഇന്ന് ഇതിന്മേൽ വിജിലൻസിന്റെ വാദമുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ലഭിച്ച തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിയായിരിക്കും വിജിലൻസ് ശേഖർ കുമാറിന്റെ ജാമ്യഹർജിയെ എതിർക്കുക. ടി കെ